എന്താണ് പാവാട വിസ? പാവാട വിസയെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് പാവാട വിസ എന്ന് പറഞ്ഞാൽ. പാവാട വിസ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഇതിൻ്റെ ഒരു എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഗ്രീൻ കാർഡ് ഹോൾഡറോ അല്ലെങ്കിൽ ഇവിടെ സിറ്റിസൺഷിപ്പോ ഉള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാം. അതിന് നമുക്ക് ഒരു വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല. പിന്നെ അതിനകത്തെ ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് കഴുകണം, പിന്നെ നിലം തുടയ്ക്കണം, പിന്നെ വീട്ടുപണിയെല്ലാം ചെയ്യണം, പട്ടിയുണ്ടെങ്കിൽ പട്ടിയെ കുളിപ്പിക്കണം, പൂച്ചയുണ്ടെങ്കിൽ പൂച്ചയെ കുളിപ്പിക്കണം, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ പണിയുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഗാർഡനിങ് കാര്യങ്ങൾ എല്ലാം ചെയ്യണം. സ്നോ വീഴുന്ന സമയത്ത് സ്നോ കോരണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരു മടിയും കൂടാതെ ചെയ്യണം. ഈ പാവാട വിസയുടെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ബെനിഫിറ്റാണ്. ഇഷ്ടമുള്ള ബ്രാൻഡ് അടിക്കാം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. പിന്നെ അവിടുത്തെ ബോസ് നമ്മളാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മൊത്തം. നമുക്ക് എവിടെ ഉള്ളം പോവാം, ഇഷ്ടമുള്ള സമയത്ത് വരാം. ഭാര്യ ഉള്ളപ്പോൾ നടക്കത്തില്ല, ഇല്ലാത്തപ്പോൾ കാര്യമാണ് നോക്കുന്നത്. 12 മണിക്ക് ഡ്യൂട്ടിയാണല്ലോ, അത് പോക്കങ്ങ് പോകും, മനസ്സിലായോ? പിന്നെ നമ്മളങ്ങ് അഹ്മതിക്കുമല്ലേ, ഇഷ്ടം പോലും പൈസ. ആഹാ, അന്തസ്സ്. നമ്മൾ ഈ വീട്ടിൽ പണി ചെയ്യുന്നതെല്ലാം അഹ്മതി നമുക്ക് കളയാൻ പറ്റും. അടിച്ച് പൊളിച്ച് നമുക്ക് നടക്കാം. അപ്പം അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്, പാവാട വിസ അത്ര മോശ കാര്യമൊന്നുമല്ല. നാട്ടിൽ ഒന്നുമില്ല സൂചിച്ച് നിൽക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും നല്ലതാണ്, ഒരു നല്ല ബെനിഫിറ്റാണ്. അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ പെട്ടെന്ന് ഫില്ലൗട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരുത്തര തലമണ്ട വന്ന് കയറുക, എന്നിട്ട് പിന്നെ നമുക്ക് ആഹ്ലാദിക്കാം. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ? ബെനിഫിറ്റാണ് മക്കളെ, ബെനിഫിറ്റാണ് ഇതൊക്കെ.